ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ടേൽസ് ഓഫ് പോണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഞാൻ എങ്ങനെ ട്രസ്റ്റഡ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണമെന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ട്രസ്റ്റഡ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് പിറ്റ് രജിസ്ട്രേഷൻ എന്നുള്ളത്. അപ്പം ആ ഒരു വീഡിയോ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടതിന് ശേഷം പിറ്റ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി വരിക. അതാകുമ്പോൾ കുറച്ചും കൂടി ഈസിയാണ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് മുൻപേ ചില ബാങ്കുകൾ ഓൾറെഡി നമുക്ക് പിറ്റ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രസ്റ്റഡ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഒരു ട്രസ്റ്റഡ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യേണ്ട. അപ്പോൾ ആദ്യം തന്നെ ഒന്ന് ട്രസ്റ്റഡ് പ്രൊഫൈൽ എന്നുള്ള ആ വീഡിയോ പോയി കണ്ടതിന് ശേഷം ഈ വീഡിയോ വന്ന് കാണാം. എന്നിട്ട് ചെക്ക് ചെയ്യുക നിങ്ങൾ ഓൾറെഡി ബാങ്ക് അക്കൗണ്ട് അത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ട്രസ്റ്റഡ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നത് പോയി ചെക്ക് ചെയ്യാം. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി വെറും 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് പിറ്റ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറ്റും. മാത്രമല്ല ഏപ്രിൽ 30 വരെയാണ് നമുക്കിത് ചെയ്യാനുള്ള അവസരമുള്ളൂ. അപ്പോൾ ഇനിയും ആരെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ ചെയ്യുക. ഒരു 5 മിനിറ്റ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്ത് തീർക്കാൻ വേണ്ടി പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു വെബ്സൈറ്റിലേക്കാണ് ആദ്യം പോകേണ്ടത്. ഇത് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റ് ആണ്. product-key.government.pl എന്നാണ്. PODATKI.government.pl എന്നാണ് ഈ വെബ്സൈറ്റിൻ്റെ പേര്. അപ്പോൾ അത് ജസ്റ്റ് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് തന്നെ ഒരുപാട് ഓപ്ഷൻസ് വരും. അതിലൊന്ന് താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും ഇ പിറ്റ് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ യുവർ ഇ പിറ്റ് എന്നുള്ളത്. ഇപ്പോൾ ആക്ച്വലി ഇവിടെ പോളിഷിലാണ് കൊടുത്തിട്ടുള്ളത്. അത് നമ്മൾ നോർമലി ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പോലെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാണാൻ വേണ്ടി പറ്റും ഇ പിറ്റ് രജിസ്ട്രേഷൻ എന്നുള്ളത്. യുവർ ഇ പിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫസ്റ്റ് തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും യുവർ ഇ പിറ്റ്. അപ്പോൾ ഈ യുവർ ഇ പിറ്റ് എന്നുള്ള സാധനം നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ഓപ്പൺ ചെയ്ത് വരുന്നുണ്ടാവുക. ആ product-key.government.pl ഒരു ഇൻ്റർഫേസ് ആയിരിക്കും. അതിൽ ഇ ടാക്സ് ഓഫീസ് ലോഗിൻ എന്നുള്ള സാധനം എടുക്കുക. ഇ ടാക്സ് ലോഗിൻ ഓഫീസ്. അപ്പോൾ ഇതിപ്പോൾ ഓൾറെഡി ഞാനിവിടെ പിറ്റ് രജിസ്റ്റർ ചെയ്തതുകൊണ്ട് എൻ്റെ ഡയറക്റ്റ് ഇതിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയല്ല വരിക. ആക്ച്വലി ഇതിപ്പോൾ ഇൻ്റെത് ഓൾറെഡി ഞാനിവിടെ രജിസ്റ്റർ ചെയ്തതുകൊണ്ട് ഇതിൻ്റെ ഒരു ഇൻ്റർഫേസ് ആണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. അപ്പോൾ ഞാനിത് ലോഗ് ഔട്ട് ചെയ്തിട്ട് ഞാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് വരിക എന്നുള്ളതാണ് ഇപ്പോൾ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നിങ്ങളിനിയിപ്പം ഈ പിറ്റ് രജിസ്റ്റർ ചെയ്യാത്ത ഒരാളായിരിക്കുന്ന സമയത്ത് നമ്മൾ ആ വെബ്സൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ ആയിരിക്കും ഇവിടെ വന്നിട്ടുണ്ടാവുക. login.government.pl അതുപോലെ തന്നെ യുവർ ടാക്സ് ഡാറ്റ എന്ന് പറഞ്ഞിട്ട് 2 ഓപ്ഷനിലായിരിക്കും വന്നിട്ടുണ്ടാവുക. അതിൽ ഫസ്റ്റ് തന്നെ നമുക്ക് ട്രസ്റ്റഡ് പ്രൊഫൈൽ, അത് ആപ്ലിക്കേഷൻ, EID, ഇലക്ട്രോണിക് ബാങ്കിങ്, അതുപോലെ തന്നെ പെസലും വെച്ചിട്ട് ചെയ്യാനുള്ള 2 ഓപ്ഷൻസ് ഉണ്ടാവും. നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മൾ ട്രസ്റ്റഡ് പ്രൊഫൈൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. സോ നമ്മൾ പെസൽ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നില്ല. സോ ആദ്യം നമ്മൾ ഈ ലോഗിൻ ഉള്ളിടത്ത് പോയിട്ട് ട്രസ്റ്റഡ് പ്രൊഫൈൽ വെച്ചിട്ടുള്ളത് എടുക്കുക. ഇവിടെ ഇപ്പോൾ ഞാൻ ഓൾറെഡി ബാങ്കിങ് ഇലക്ട്രോണിക് ത്രൂ ചെയ്തുകൊണ്ട് നമുക്ക് ബാങ്ക് ത്രൂ ചെയ്യുന്നതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യം. കാരണം എന്താ വെച്ചാൽ ഞാൻ ഓൾറെഡി ബാങ്കുമായിട്ട് ട്രസ്റ്റഡ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് എനിക്ക് ഡയറക്റ്റ് ഇവിടെ ലോഗിൻ കൊടുത്താൽ മതി. അല്ലാതെ ഇവിടെ ഒരു 3-4 ഓപ്ഷൻസ് വേറെ വരും. ഒന്നാമത് ട്രസ്റ്റഡ് പ്രൊഫൈൽ എന്ന് വരും, മൊബൈൽ ആപ്ലിക്കേഷൻ്റെ ഒന്ന് വരുന്നുണ്ട്, ഇലക്ട്രോണിക് ബാങ്കിങ്, അതുപോലെ തന്നെ യൂസ്. അപ്പം നിങ്ങൾ ഏതാണ് എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോണിക് ബാങ്കിങ് എന്നുള്ള ഓപ്ഷൻസ് എടുക്കുക. അതാണ് ഏറ്റവും ഈസി ആയിട്ട് ഇവിടുന്ന് പിറ്റ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറ്റുക. ഇലക്ട്രോണിക് ബാങ്കിങ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ഏതാണോ നിങ്ങളെ ബാങ്ക് ആ ബാങ്ക് ചൂസ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ സാനാൻഡർ ബാങ്ക് ആയതുകൊണ്ട് ഞാൻ സാനാൻഡർ ചൂസ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലൊരു ഇൻ്റർഫേസ് ഓപ്പൺ ചെയ്തിട്ട് വരും. അതിൽ നമ്മൾ ആദ്യം ട്രസ്റ്റഡ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെ ചെയ്യേണ്ടത്. ഫസ്റ്റ് നമ്മൾ ലോഗിൻ സ്റ്റെപ്പ് 1. ഈ ലോഗിൻ സ്റ്റെപ്പ് 1 എന്നുള്ളത് നമ്മൾ ഒരു പാസ്വേഡ് ഉണ്ടാവുമല്ലോ, നമുക്ക് ആദ്യം കിട്ടിയിട്ടുണ്ടായിട്ടുള്ള ഒരു ലോഗിൻ ID ഉണ്ടാവും. ആ ലോഗിൻ ID കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇത് ലോഗിൻ ചെയ്യാം. അപ്പം നമ്മൾ അതുപോലെ തന്നെ നമ്മളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ പാസ്വേഡ് കൊടുക്കുക. ചിലവർക്ക് ഓൾറെഡി ബാങ്കിൽ നിന്ന് തന്നെ സാനാൻഡർ ബാങ്കൊക്കെ ആണെങ്കിൽ ഓൾറെഡി അവിടെ നിന്ന് തന്നെ ഒരു പേപ്പർ ഫസ്റ്റ് ഇത് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ കിട്ടിയിട്ടുണ്ടാവും. ആ പേപ്പർ വെച്ചിട്ട് തന്നെ ഇത് ചെയ്താൽ മതി. അതിൽ തന്നെ ഉണ്ടാവും യൂസർ നെയിമും അതുപോലെ തന്നെ പാസ്വേഡും. ഇനി ആളുകൾ ആരെങ്കിലും ഇപ്പോൾ ചിലവരൊക്കെ ഇപ്പോൾ TRCക്കൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പം യൂസർ നെയിമും പാസ്വേഡൊക്കെ മാറ്റി, യൂസർ നെയിം നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റില്ല, പാസ്വേഡ് മാറ്റിയിട്ടുണ്ടാവും. അപ്പോൾ ആ പാസ്വേഡ് എന്താണെന്ന് നോക്കിയിട്ട് അത് ചെയ്യുക. ഇവിടെ ഞാൻ ഇപ്പോൾ ഓൾറെഡി ഇത് ലോഗിൻ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ നമ്മളെ ഫോണിലേക്ക് ഒരു OTP വരും. അത് നമ്മളെ സാനാൻഡർ ബാങ്കിൻ്റെ OTP ആയിരിക്കും. അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങളെ പാസ്വേഡ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഓക്കെ ആയിട്ട്, അതായത് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫുള്ള് നമ്മൾ ആദ്യം ട്രസ്റ്റഡ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തപ്പോൾ വെരിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഇവിടെ വന്നിട്ടുണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒന്നും ഇനി ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അത് നമ്മൾ നേരെ പോയിട്ട് കൺഫേം അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഒരു OTP കൂടെ നിങ്ങളെ ഫോണിലേക്ക് വരും. ആ OTP അതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഓൾറെഡി എല്ലാം ഓക്കെ. വി ആർ ട്രാൻസ്ഫർഡ് ദി ഡാറ്റ ടു ദി നാഷണൽ നോഡ് ഓഫീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രസ്റ്റഡ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത സമയത്ത് കാണിച്ച പോലെ തന്നെ ഒരു സാധനം ഇവിടെയും വരും. അപ്പോൾ അതും നമ്മൾ ഓക്കെ കൊടുത്തേക്കുക.
അപ്പം നമുക്ക് ഡയറക്റ്റ് ഇതേപോലെ ഒരു ഇൻ്റർഫേസിലേക്കാണ് പോകുന്നുണ്ടാവുക. നമ്മളെ നേരത്തെ എനിക്ക് ആദ്യം കാണിച്ചപ്പോൾ എങ്ങനെയാണോ അതുപോലുള്ള ഒരു ഇ ടാക്സ് ഓഫീസിൻ്റെ ഒരു ഹോം പേജിലേക്കാണ് പോകുന്നുണ്ടാവുക. അതിൽ നിങ്ങൾ ചെയ്യേണ്ട ഇ പിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനോട് ഓപ്പൺ ആയിട്ട് വരും. ഈ സബ്മിറ്റ് ഇ പിറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. സബ്മിറ്റ് ഇ പിറ്റ് എന്നുള്ളത് കൊടുക്കുക. ഇവിടെ നമ്മൾ ഓൾറെഡി ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡാറ്റ ഒക്കെ ഈ സബ്മിറ്റഡ് ഡോക്യുമെന്റ്സ് ഇപ്പോൾ ഇവിടെ ഓൾറെഡി നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഞാൻ ഓൾറെഡി ഇവിടെ പിറ്റ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഇവിടേക്ക് 695 PLN ഓൾറെഡി ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഓൾറെഡി സബ്മിറ്റ് ചെയ്ത പിറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ടാവും. നമുക്കിവിടെ കൊടുക്കേണ്ടത് സബ്മിറ്റ് പിറ്റാണ്. ഈ സബ്മിറ്റ് പിറ്റ് എന്നുള്ളത് നമുക്കിവിടെ രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവർ ഇ പിറ്റ് 37 ഫോർ 2024. നമ്മൾ ഇ പിറ്റ് 37 ആണ് നമുക്ക് ചെയ്യേണ്ടത്. കുറേ പിറ്റിൻ്റെ കാര്യങ്ങൾ അവിടെ ഉണ്ട്. പക്ഷെ നമുക്കിപ്പോൾ ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇ പിറ്റ് 37 ആണ്. ഇപ്പോൾ ഇന്ത്യയിൽ ഇവിടെ കാണിക്കുന്നത് ഗോ ടു സബ്മിറ്റഡ് ഡോക്യുമെന്റ്സ് ആൻഡ് സബ്മിറ്റഡ് എ കറക്റ്റഡ് ടാക്സ് റിട്ടേൺ എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുക. പക്ഷേ നിങ്ങളത് എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ ഇതേപോലത്തെ ഈ സബ്മിറ്റഡ് പിറ്റ് DZ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ആയിരിക്കും വരിക. അപ്പോൾ നിങ്ങൾ കാരണം ഇവിടെ ഞാൻ ഇപ്പോൾ ഓൾറെഡി സബ്മിറ്റ് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ വന്നത്. അപ്പോൾ ജസ്റ്റ് അത് ഡയറക്റ്റ് കയറുക. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ ഓൾറെഡി സബ്മിറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഡാറ്റ നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനെ വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി കാണിച്ചിട്ടുണ്ടാവും ഏതൊക്കെ ടാക്സ് ആണ് വന്നിട്ടുള്ളത്, എവിടേക്കാണ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ളത്, ഏതൊക്കെ സ്ഥലങ്ങളിലാണ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ളത്, എല്ലാ ഡീറ്റെയിൽസും അതിൽ കാണിച്ചിട്ടുണ്ടാവും. അതിൽ ജസ്റ്റ് സബ്മിറ്റ് കൊടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ ഓൾറെഡി ചെയ്തുകൊണ്ട് അത് ചെയ്യാനും ഇവിടെ പറ്റുന്നില്ല. പക്ഷേ നിങ്ങളതിൽ അങ്ങനെ വരും. എന്നിട്ട് അതിൽ ജസ്റ്റ് സബ്മിറ്റ് കൊടുക്കുക. അതിലൊന്നും കൂടെ ശ്രദ്ധിക്കുക, നിങ്ങളെ ബാങ്ക് അക്കൗണ്ടും ഡീറ്റെയിൽസും കൊടുക്കേണ്ടി വരും. അതും കൂടെ വെരിഫൈ ചെയ്തിട്ട് വേണം സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സബ്മിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എത്ര ഡേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾ ഈ സബ്മിറ്റഡ് ഡോക്യുമെന്റ്സ് എല്ലാത്തിലും കാണിക്കും. അതുപോലെ തന്നെ യുവർ സോഴ്സ് ഡാറ്റ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഏതൊക്കെ സ്ഥലത്തു നിന്നാണെന്നുള്ളതെല്ലാം ഇവിടെ കാണിക്കുന്നുണ്ടാവും. അപ്പോൾ പിറ്റ് രജിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഭയങ്കര ഈസിയാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്തിട്ട് അതിലൊന്ന് മെസ്സേജ് അയച്ചാൽ മതി. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മളെ ഈ ചാറ്റ് ബോക്സിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താലും ഞാനതിൽ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. സോ ഇത്രയുള്ള നമ്മൾ പിറ്റ് രജിസ്റ്റർ ചെയ്യാനുള്ളത്. അപ്പം ഇതുവരെ ആരെങ്കിലും പിറ്റ് രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ പോയി പിറ്റ് രജിസ്റ്റർ ചെയ്യുക. ഇനിയും ലേറ്റ് ആവരുത്, 30-ാം തീയതി വരെയുള്ളൂ. ഷുവർലി നിങ്ങൾക്ക് ആ പൈസ റിട്ടേൺ കിട്ടുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് എല്ലാവർക്കും വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ബൈ.